വാഗമണിലേക്ക് ട്രിപ്പ് വരാൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. നിങ്ങളിപ്പോൾ വാഗമണിലേക്കൊരു ഫാമിലി ട്രിപ്പാണോ അതല്ലെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ട്രിപ്പാണോ, ട്രിപ്പ് ഏത് തരത്തിലായാലും അവർക്കെല്ലാം ഈ ഒരു വീഡിയോ കൊണ്ട് കുറച്ച് അധികം ഉപകാരം ഉണ്ടാകും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് മിഡ്മാൻ ട്രിപ്പ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ വാഗമണിൻ്റെ ടൂറിസം പ്രൊമോഷൻസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഇത് വെൽക്കം ടു വാഗമൺ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് പരിപാടികൾ, കുറച്ച് സർവീസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്ന് കേരള ടൂറിസം സെക്ടറിൽ ഏറ്റവും അധികം വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വാഗമൺ എന്ന് പറയുന്നത്. കഴിഞ്ഞൊരു 5 വർഷം എടുക്കുകയാണെങ്കിൽ അവിടെ പുതിയ പുതിയ റിസോർട്ട്സ്, ഹോട്ടൽസ്, അതുപോലെ തന്നെ കോട്ടേജസ്, ആക്ടിവിറ്റി സെൻറ്റേഴ്സൊക്കെ വന്നു. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അതിലൊക്കെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വരുന്നവർക്ക് പറ്റുന്ന രീതിയിലുള്ള കുറച്ചധികം സർവീസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെ കുറിച്ചാണ് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാഗമണിലോട്ട് വരുമ്പോഴത്തേനും ഈ പറയുന്ന സർവീസുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഓരോ സർവീസുകളെക്കുറിച്ച് മുഴുവനായിട്ടും നോക്കുക. അതിലെന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ നമ്പർ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ടാണ്. ഇന്നിപ്പോൾ വാഗമണിൽ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഒരു ഗ്രൂപ്പായിട്ട് തന്നെ, അത് ഫാമിലി ബാച്ചിലേഴ്സ് വന്നവർക്ക് അവർക്ക് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്ന, അവരുടെ പ്രൈവസി കാര്യങ്ങളൊന്നും പോകാത്ത രീതിയിലുള്ള ഗ്രൂപ്പുകളാണ് അവർക്ക് വേണ്ടത്. അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. അതായത് ഒരു 2 ബെഡ്റൂം കോട്ടേജ് മുതൽ 12 ബെഡ്റൂം വരെ, അതായത് ഒരു വലിയ ഗ്രൂപ്പ് വരുന്നവർക്ക് പറ്റുന്ന ടൈപ്പ് കോട്ടേജുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. അതും പ്രൈവറ്റ് കോട്ടേജുകളാണ്. കിച്ചൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം വരുന്ന കോട്ടേജുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് പൂൾ പ്രോപ്പർട്ടി. ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു മിനിമം 10 പേര് മുതൽ 20 പേർക്ക് വരെയുള്ള ഗ്രൂപ്പുകൾക്ക് വരാൻ പറ്റുന്ന പൂൾ പ്രോപ്പർട്ടി, നമുക്ക് പ്രൈവറ്റ് പൂൾ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇന്ന് നിലവിലുള്ളതിൽ ആ കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ് നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 2 ബെഡ്റൂമും കൂടി ഉടനെ വരുന്നുണ്ട്. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് വേണ്ടി, ഒരു 8 പേര് വരെയുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ളത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്കോമഡേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഇതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ ഒരു ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഹോംലി മീൽസ് ആണ്. അതായത് ഇപ്പോൾ വാഗമണിലോട്ട് വരുന്നവർക്ക്, ഇപ്പോൾ 1-2 ഇതിലൊക്കെ വരുന്നവർ അല്ലെങ്കിൽ റിസോർട്ടിലോ ഹോട്ടലിലോ താമസിക്കുന്നവർക്ക് അവർക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന്, അവരുടെ ഹോട്ടൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല രീതിയിൽ ഫുഡ് കഴിക്കാൻ പറ്റും. അതല്ലാതെ ഗ്രൂപ്പ് വരുന്നവർക്ക് ഈ ഫുഡ് എന്ന് പറയുന്നത് കുറച്ച് ഇതാണ്. ഒന്നെങ്കിലും അവിടെ അവർ ഓൺ പ്രിപ്പയർ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ പിന്നെ ഹോട്ടൽസിൽ പോയി കഴിക്കേണ്ടി വരും. അതിപ്പോൾ വലിയ ഗ്രൂപ്പുകൾ വന്നാൽ ഈ പറയുന്ന രണ്ടും പോസിബിൾ ആവുന്നത് വളരെ കുറച്ച് ഇതാണ്, ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയുള്ള നിങ്ങൾ ആവശ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവ നിങ്ങൾ ഏത് കോട്ടേജിലാണോ താമസിക്കുന്നത്, ഏത് സ്പോട്ടിലാണോ അവിടെ ഡെലിവറി ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് വേണമെന്ന് അതാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പെങ്കിലും നമ്മൾ ഇൻഫോം ചെയ്യേണ്ടതാണ്. അത് നിങ്ങളിപ്പോൾ ഏത് കോട്ടേജിലായാലും നമുക്ക് അവിടെ കൊണ്ട് തരാൻ പറ്റുന്നതാണ്. അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ടൂർ പാക്കേജാണ്. അതായത് വാഗമൺ റിലേറ്റഡ് ആയിട്ടുള്ള 1 നൈറ്റ് 2 നൈറ്റ് ടൂർ പാക്കേജുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഹണിമൂൺ ട്രിപ്പുകളുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പ് ട്രിപ്പുകളും ചെയ്യുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വാഗമണിനെ സംബന്ധിച്ച് വാഗമണിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയം, അതല്ലെങ്കിൽ പിന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, അതല്ലെങ്കിൽ ആലുവ, അങ്ങനെ ഇതൊക്കെയാണ്. അതിൽ കോട്ടയമാണ് ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന കോട്ടയത്തോ അല്ലെങ്കിൽ ഇനി കൊച്ചിയിലോ എറണാകുളത്തോ എവിടെയോ വരുന്ന ആളുകൾക്ക് അവിടെ നിന്ന് നമ്മൾക്ക് പാക്കേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് 2 പേരാണെങ്കിൽ സെഡാൻ ക്യാബ് തൊട്ട് ട്രാവലർ, ഇന്നോവ, അതുപോലെ തന്നെ നമുക്ക് ബസ് വരെയുള്ള പാക്കേജുകൾ നമുക്ക് ചെയ്യാം. അവിടെ നിന്ന് പിക്ക് ചെയ്ത് പോയി സൈറ്റ് സീനും കണ്ട് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്ത് അതിനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ പാക്കേജായിട്ട് നമുക്ക് ഇത് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലും, അതിപ്പോൾ ഹണിമൂണായിട്ട് 2 പേർക്കോ അതല്ലെങ്കിൽ ഫാമിലി ട്രിപ്പോ എങ്ങനെയുള്ള ഇതായാലും നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ കോട്ടയം, അതല്ലെങ്കിൽ കൊച്ചി, ഈ 2 എടുത്തു നിന്നാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പാക്കേജസ് വേണമെങ്കിലുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പരിപാടി എന്ന് പറയുന്നത് ഇവൻറ്റ്സ് ആണ്. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചെറിയ ചെറിയ ബർത്ത്ഡേ പാർട്ടികളൊക്കെ ചില കോട്ടേജസ് ബേസിസ് ആയിട്ട് നമ്മൾ നടത്തി കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒന്ന് ശക്തമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബർത്ത്ഡേ പാർട്ടികൾ, ഗെറ്റ് ടുഗദർ പാർട്ടികൾ, ചെറിയ ചെറിയ ഗെറ്റ് ടുഗദർ പാർട്ടികൾ, അതുപോലെ തന്നെ ഈ ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിനാണ് ഇപ്പോൾ വാഗമണിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള അവിടെ നിന്ന്, ഇപ്പോൾ കൊച്ചി റിലേറ്റഡ് ആയിട്ട് അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഇൻഫോ പാർക്ക് പോലെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവിടെ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ തൊട്ടുള്ള പാക്കേജും ഇവിടെ വന്ന അക്കോമഡേഷൻ വരെയുള്ള പാക്കേജുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള ചെറിയ ചെറിയ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, വാഗമൺ ബേസിസ് ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജീപ്പ് സഫാരിയാണ്. ജീപ്പ് സഫാരി എന്ന് പറയുമ്പോൾ മണിക്കൂർ അനുസരിച്ചുള്ള സൈറ്റ് സീനിങ്ങിന് ആവശ്യമായ ജീപ്പ് സഫാരികൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മൾ തന്നെ സ്വന്തം ജീപ്പ് ബൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ അസോസിയേറ്റ് ചെയ്ത ജീപ്പുകളും ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും.
അതല്ലാതെ ഇനി തുടങ്ങാൻ പോകുന്നൊരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ റെൻറ്റിൻ്റെ പരിപാടിയാണ്. ബൈക്ക് കാര്യങ്ങളൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന പരിപാടിയാണ്. അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല, കാരണം അത് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാഗമണിലെ കുറച്ച് ഇതിൽ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സർവീസുകൾ. അപ്പോൾ ഈ സർവീസുകളെ കുറിച്ച് കൂടുതൽ അറിയാനും ഫ്രീ ആയിട്ടുള്ള കൊട്ടേഷനുകൾ എടുക്കുന്നതിനും ഈ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ അടുത്തൊരു വാഗമൺ ട്രിപ്പ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ സർവീസുകളൊക്കെ പരിഗണിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്നിട്ട് ഫ്രീ ആയിട്ട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അത് നിങ്ങളുടെ ബഡ്ജറ്റുമായിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ വാഗമൺ തന്നെ വേറെയും ഓപ്പറേറ്റർമാരും അല്ലെങ്കിൽ വേറെയും കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവരുമായിട്ട് നോക്കുക, റേറ്റുകൾ നോക്കുക, എല്ലാം നോക്കിയിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം.